ഈ കാട് പോലുള്ള ഈ ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. കാണാൻ കണ്ടില്ല, നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും കാട്ടിലൂടെ നടക്കുന്ന ഒരു. പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ഈ പാലൂർ കോട്ടയിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ നേരത്തെ എത്തിയിരുന്നു. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 100-200 മീറ്റർ മാത്രമേ ഉള്ളൂ റോട്ടിൽ നിന്ന് നമുക്ക് ഈ മുകളിലേക്ക് കയറാനുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. കുളിക്കാൻ വരുന്നവർക്കൊക്കെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടെ വെള്ളച്ചാട്ടം രണ്ടെണ്ണമായിട്ടാണ്, ഒന്ന് മുകളിലും ഒന്ന് താഴെയുണ്ട്. അപ്പം മുകളിലേക്ക് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ അധികം വെള്ളമുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊന്നും പറ്റില്ല. അതേപോലെ മുകളിലുള്ള വെള്ളച്ചാട്ടം ശരിക്കും കാണാനും അതിൻ്റെ മുകളിലേക്കൊന്നും കയറി പോകാൻ പറ്റില്ല. നമ്മൾ വന്ന സമയത്ത് വെള്ളം തീരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ശരിക്ക് കുളിക്കാനൊക്കെ വരാൻ പറ്റിയ സമയം ഈ ഒരു സമയത്താണ്. ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നല്ല വെള്ളമായിരിക്കും. ആ സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ശരിക്കും നിൽക്കാനൊന്നും പറ്റില്ല. എന്താ ഫ്രഷ് വെള്ളം അല്ലേ? ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒക്ടോബറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് വെള്ളമായിരിക്കും, നല്ല കുളിക്കാനൊക്കെ. അപ്പോൾ മോളിൽ കയറിയില്ല, നല്ല റിസ്ക്കാണ് കാരണം. അപ്പം പിന്നെ നമുക്ക് രണ്ടാമത്തെ ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അവിടേക്ക് കയറി പോവാം. ഇതിൽ കയറാൻ അത്യാവശ്യം കഴിയുന്നവർക്ക് തന്നെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അല്ലേ? അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വഴുക്കലായിരിക്കും. അവർ പറയണ മേലെന്ന് രാവിലെ വൈകുന്നേരമൊക്കെ ഇതുപോലെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. നല്ല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ മുകളിലുള്ള വെള്ളച്ചാട്ടം.
ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ, ഈ ഒക്ടോബർ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ കുളിക്കാൻ നല്ല പറ്റിയ സമയമാണ്. കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും നിൽക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഭയങ്കര ഫോഴ്സിൽ വെള്ളം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ വെള്ളത്തിൻ്റെ സൈഡിലൂടെ കയറി പോകാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. നല്ല തണുത്ത ഫ്രഷ് വെള്ളത്തിൽ കുളിക്കാൻ കറക്റ്റ് ഈ ഒരു സമയമാണ്. ഈ ഒരു സീനറി ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ചെരുപ്പൊക്കെ ഒരു കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഇതിലേക്ക് കയറാൻ പറ്റില്ല. നല്ല ഹൈറ്റാണ്. എന്തായാലും കയറുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഡേഞ്ചറാണ്. എന്തായാലും മോളിൽ പോയി നോക്കാം. മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സീനറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം ആ ഒരു മലപ്പുറം സൈഡൊക്കെ ആയിരിക്കും ആ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകളിലുള്ള ഭാഗമാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായത് കാരണം, വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ നമുക്കിതിലേക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ച് ഒരു മാസം മുമ്പാണെങ്കിൽ, ആഗസ്റ്റ് മാസത്തിലൊക്കെ ആണെങ്കിൽ, ആഗസ്റ്റിന് മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരും. അപ്പോൾ ഇതിലൊന്നും വരാൻ പറ്റില്ല. അതുപോലെ തന്നെ മുകളിൽ വന്നിട്ട് നമുക്ക് മുകളിൽ വന്നിട്ടുള്ള സീനറീസ് ഒന്നും കാണാൻ പറ്റില്ല. ബാക്കിലൂടെ വഴിയുണ്ട്, പക്ഷേ ഈ ഭാഗത്തേക്ക് വരുന്നത് ഡേഞ്ചറായിരിക്കും. കയറി വരാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇത് നോക്കിയേ, ഇതാണ് അവസ്ഥ. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റൂല. അപ്പോൾ ഇറങ്ങി പോകുമ്പോഴും നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടു, ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. സ്ലിപ്പായി പോയാൽ ഒരു വേറെ കൊണ്ട് കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ താഴെ എത്തി, മുകളിലൊക്കെ പോയി എല്ലാം കണ്ട് താഴെ എത്തി.